നമസ്കാരം. റഷ്യൻ സൈന്യം വളഞ്ഞിരിക്കുന്ന യുക്രൈൻ സൈനികരുടെ ജീവൻ സംരക്ഷിക്കണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. കുർസ്ക് മേഖലയിലുള്ള യുക്രൈൻ സൈനികർ കീഴടങ്ങിയാൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കാമെന്നാണ് പുടിന്റെ മറുപടി. യുക്രൈൻ സൈനികർ ആയുധം വെച്ച് കീഴടങ്ങണമെന്നാണ് റഷ്യൻ സുരക്ഷാ കൗൺസിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പുടിൻ പറയുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ 30 ദിവസത്തെ വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ചർച്ചയിലായിരുന്നു ട്രംപിന്റെ അഭ്യർത്ഥന. ട്രംപിന്റെ നയതന്ത്ര പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും റഷ്യൻ ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. അതിനാണ് പുടിൻ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. യുക്രൈൻ മിന്നൽ ആക്രമണത്തിലൂടെ പിടിച്ചെടുത്ത മേഖലയാണ് കുർസ്ക്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് യുക്രൈൻ സൈന്യം റഷ്യൻ അതിർത്തിയിലേക്ക് കടന്നുകയറി അതിർത്തി പ്രദേശമായ കുർസ്ക് കൈയടക്കിയത്. സുദ്സ ഉൾപ്പെടെ 1000-ഓളം ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് യുക്രൈൻ സൈന്യം നിയന്ത്രണത്തിലാക്കിയത്. പ്രദേശത്തുണ്ടായിരുന്ന റഷ്യൻ സൈനികരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ചകളിൽ സ്വാധീനം ചെലുത്തുന്നതിനായിരുന്നു യുക്രൈന്റെ ഇത്തരമൊരു നീക്കം. പിന്നീട് ആവർത്തിച്ചുള്ള ആക്രമണങ്ങളിലൂടെ റഷ്യ ചെറിയ ഭാഗം തിരിച്ചുപിടിച്ചിരുന്നു. യുക്രൈനിൽ 30 ദിവസത്തെ വെടിനിർത്തലിന് US യുക്രൈൻ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം ധാരണയായതിനു പിന്നാലെ കുർസ്കിൽ റഷ്യ ആക്രമണം കടുപ്പിച്ചിരുന്നു. യുക്രൈൻ സൈന്യത്തെ തുരത്താനുള്ള സൈനിക പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും സുദ്സ നഗരത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിച്ചതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം സുദ്സ മേഖലയിൽ പോരാട്ടം തുടരുന്നതായി സ്ഥിരീകരിച്ച യുക്രൈൻ സേന റഷ്യൻ സേനയുടെ അവകാശവാദത്തോട് പ്രതികരിച്ചിരുന്നില്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കഴിഞ്ഞ ദിവസം വളരെ മികച്ചതും ഫലപ്രദവുമായ ചർച്ച നടത്തി. ഒടുവിൽ ഈ ഭയാനകവും രക്തരൂക്ഷിതമായ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. എന്നാൽ ആയിരക്കണക്കിന് യുക്രൈൻ സൈനികരെ റഷ്യൻ സൈന്യം വളഞ്ഞിട്ടുണ്ട്. അവർ വളരെ മോശം സാഹചര്യത്തിലാണ്. അവരുടെ ജീവൻ സംരക്ഷിക്കണമെന്ന് പ്രസിഡന്റ് പുടിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ഭയാനകമായ കൂട്ടക്കുരുതിയായേക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നായിരുന്നു ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. സ്റ്റീവ് വിറ്റ്കോഫ് റഷ്യൻ ഉദ്യോഗസ്ഥരുമായി മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ കുറിപ്പ്. 3 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വിറ്റ്കോഫ് റഷ്യയിലെത്തിയത്. US യുക്രൈൻ പ്രതിനിധികൾ സൗദി അറേബ്യയിൽ നടത്തിയ ചർച്ചയിൽ 30 ദിവസത്തെ വെടിനിർത്തലിന് ധാരണയായിരുന്നു. കരാറിൽ റഷ്യ കൂടി ഒപ്പുവെക്കേണ്ടതുണ്ട്. യുദ്ധത്തിന് പരിഹാരം കാണാൻ 9.5 മണിക്കൂറോളം നടന്ന മാരത്തോൺ ചർച്ചകൾക്കാണ് സൗദി അറേബ്യ സാക്ഷ്യം വഹിച്ചത്. ജിദ്ദ ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുൻപ് ജിദ്ദയിലെ അൽ സലാം കൊട്ടാരത്തിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെയും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ സ്വീകരിച്ചിരുന്നു. യോഗത്തിൽ മേഖലയിൽ സുരക്ഷയും സ്ഥിരതയും കൈവരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പരിശോധിക്കുന്നതിനൊപ്പം പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുകയും കാഴ്ചപ്പാടുകൾ കൈമാറുകയും ചെയ്തു. ചൊവ്വാഴ്ച സൗദി അറേബ്യയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം റഷ്യയുമായുള്ള 30 ദിവസത്തെ വെടിനിർത്തലിനുള്ള US നിർദ്ദേശത്തിന് യുക്രൈൻ സമ്മതിക്കുകയായിരുന്നു. അതേസമയം നേരത്തെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ നല്ല സാധ്യതയുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ക്രിയാത്മകമായ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ പ്രതികരണം. പുടിനുമായി ഇന്നലെ വളരെ നല്ലതും ക്രിയാത്മകവുമായ ചർച്ച നടന്നു. ഈ ഭീകരമായ രക്തരൂക്ഷിതമായ യുദ്ധം ഒടുവിൽ അവസാനിപ്പിക്കാൻ വളരെ വലിയ സാധ്യത കാണുന്നു എന്നായിരുന്നു ട്രംപ് വ്യക്തമാക്കിയത്. റഷ്യൻ സൈന്യം പൂർണ്ണമായി വളഞ്ഞിരിക്കുന്ന യുക്രൈൻ സൈനികരുടെ ജീവൻ രക്ഷിക്കണമെന്ന് പുടിനോട് അഭ്യർത്ഥിച്ചതായും ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നു. വ്യാഴാഴ്ച രാത്രി US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് മോസ്കോയിൽ വെച്ച് പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പുടിനും ട്രംപും ഫോൺ വഴി സംസാരിച്ചുവോ എന്ന് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടില്ല. 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് വഴുതി വീഴാതെ ഇത്രയും വേഗം ഇരുപക്ഷവും വെടിനിർത്തലിലേക്ക് നീങ്ങണമെന്നതാണ് തന്റെ താല്പര്യമെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു.